വഖഫ് ബിൽ BJP രാഷ്ട്രീയത്തിൻ്റെ എല്ലാത്തരം കൗശലങ്ങളെയും കൗടില്യങ്ങളെയും അതിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ മെജോറിറ്റേറിയൻ രാഷ്ട്രീയത്തിൻ്റെയും ക്രൂരമായ മുഖം ഇന്ത്യയെ കാട്ടിത്തന്നു ഒന്നുകൂടി ഇന്ത്യക്ക് കാട്ടിത്തന്നു. ഇതാണ് മോദി ഗവൺമെൻറ്. വഖഫ് നിയമത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ സെക്യുലർ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ പൊളിക്കലാണ്. ന്യൂനപക്ഷ അവകാശങ്ങളെ പരിപൂർണമായും നിഷേധിക്കലാണ്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ തല്ലിക്കലാണ്. അങ്ങനെ വെള്ളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് മോദി ഗവൺമെൻറ്. ഇത് RSS തന്ത്രമാണ്. മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ശത്രുവായി പ്രഖ്യാപിക്കുന്ന RSSഉം BJPയും പെട്ടെന്ന് ഒരു നാളിൽ ക്രിസ്ത്യൻ സ്നേഹം കാണിക്കുന്നു. മുനമ്പത്തെപ്പറ്റി പറയുന്നു. KCBCയും BCCIയും പ്രമേയങ്ങൾ പാസാക്കുന്നു. അവയുടെ ആദരണീയരായ ബിഷപ്പുമാർ പരസ്യമായി പറയുന്നു BJPയുടെ നീക്കം ശരിയാണെന്ന് പറയുന്നു. ഇതെല്ലാം വിചിത്രമായ രാഷ്ട്രീയ അനുഭവങ്ങളായി ഇന്ത്യ കാണുകയാണ്. വാസ്തവത്തിൽ BJPക്ക് സ്നേഹമുള്ളത് സവർണ ഫാസിസ്റ്റ് ആശയത്തോട് മാത്രമാണ്. അവർക്ക് മുസ്ലിമുകളോടോ ക്രിസ്ത്യാനികളോടോ ജാതികൾക്കുള്ള ഹിന്ദുക്കളോടോ പോലും ലവലേശം കൂടില്ല, സ്നേഹമില്ല. അവർക്ക് വേണ്ടത് സ്വന്തം വംശാധിപത്യ സവർണാധിപത്യ രാഷ്ട്രീയത്തിനെ ഉയർത്തി കാണിക്കലാണ്. അത് തിരിച്ചറിയാതെ ചില സുഹൃത്തുക്കൾ പലപ്പോഴും പറയുന്നത് മോദി എന്തോ അത്ഭുതം കാണിക്കാൻ പോകുന്നുവെന്നാണ്. വെള്ളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ഈ നീക്കത്തിന്റെ പേരിൽ BJP ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ആ അഭിവന്ദ്യ മതപുരോഹിതന്മാർ ദയവായി അറിയുക, BJP ആട്ടിൻ തോലിട്ട ചെന്നായാണ്. ആ ചെന്നായുടെ മേൽ ഇപ്പോൾ ആട്ടിത്തോല് കണ്ടേക്കാം, പക്ഷേ അടിയിൽ ഉള്ളത് ചെന്നായ തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് വിനാശകരമായിട്ടുള്ള ഈ BJP സ്നേഹം ഗുണകരമാണോ എന്ന് ക്രിസ്തീയ സഭകളിലെ അഭിവന്ദരായ എല്ലാ ശ്രേഷ്ഠരായ പുരോഹിതന്മാരും ചിന്തിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കുകയില്ല. ഒന്നുറപ്പാണ്, ഈ രാഷ്ട്രീയ കരുനീക്കത്തിൽ BJP ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ അതിൻ്റെ ഒരു പരിപ്പും വേകാൻ പോകുന്നില്ല. BJP പറയുന്നുണ്ട് അവർക്ക് കേരളത്തിലേക്ക് ഒരു പുതിയ ലക്ഷ്യമുണ്ടെന്ന്. ഇത്തവണ അവർ അക്കൗണ്ട് തുറക്കാൻ പോവുകയാണ്. BJP എന്തെല്ലാം പണി പയറ്റിയാലും ശരി, കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങൾ BJP രാഷ്ട്രീയത്തിൻ്റെ ഇരകളാകാൻ പോകുന്നില്ല. ഇവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുകയില്ല. അതിനുവേണ്ടിയുള്ള BJPയുടെ ഓരോ നീക്കത്തെയും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ചെറുത്ത് പരാജയപ്പെടുത്തുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ രാഷ്ട്രീയ യത്നങ്ങളിൽ എല്ലാ മതേതര ജനാധിപത്യ ശക്തികളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകോർത്ത് പിടിക്കും. ആ ശ്രമത്തിൽ എല്ലാ മതങ്ങളിലും പെട്ട ചിന്തിക്കുന്ന മനുഷ്യർ അവരെല്ലാവരും സഹകരിക്കുമെന്നും പാർട്ടിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ സമരം മതേതര മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ രാഷ്ട്രീയം ഇന്ത്യയെ കാണുവാൻ വേണ്ടിയാണ്. ആ ഇന്ത്യയിൽ ചൈതന്യമുണ്ടാക്കാനും മതവർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള നീക്കത്തെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും പിന്താങ്ങാൻ പോകുന്നില്ല. ഇന്ത്യ ആ നീക്കത്തെ പരാജയപ്പെടുത്തും. അതിനെപ്പറ്റി പാർട്ടിയുടെ മീറ്റിങ്ങുകൾ നല്ലവണ്ണം ഇൻഡെപ്തായി ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ചുറ്റുപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFന്റെ രാഷ്ട്രീയ പദ്ധതി ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ LDFന് സവിശേഷമായ രാഷ്ട്രീയ അർത്ഥമുണ്ട്, രാഷ്ട്രീയ മഹത്വമുണ്ടെന്ന് CPI വ്യക്തമാക്കുന്നു. കാരണം BJPയുടെ രാഷ്ട്രീയത്തിന് മുമ്പിൽ കോൺഗ്രസ് വഴിയറിയാതെ നിൽക്കുന്ന കാഴ്ച നാം കാണുകയാണ്. അവരിപ്പോൾ അഹമ്മദാബാദിൽ കൂടി കോൺക്ലേവ് എന്ന പേരിൽ ആ കോൺക്ലേവ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മല എലിയെ പ്രസവിച്ചതുപോലെ കോൺക്ലേവ് കൂടി അവർ പിരിഞ്ഞു വന്നു. എന്താ ഉണ്ടായത്? മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകന്മാരുടെ ആശയം
പ്രത്യയശാസ്ത്രം, ഗോഡ്സെയുടെ വെടിയുണ്ടയെ സൃഷ്ടിച്ച അതേ ആശയം, ആ ആശയം എല്ലാ ഇന്ത്യൻ മൂല്യങ്ങളെയും വെല്ലുവിളിക്കുമ്പോൾ അതിനു മുമ്പിൽ ഫലപ്രദമായി നിൽക്കാനുള്ള വഴിതാടാൻ കൂട്ടാക്കാതെ കോൺഗ്രസിന് ഇപ്പോഴും ആശയപരമായ അവ്യക്തതയുടെ ഇരുട്ടാണെന്ന കാര്യവും നാം കണ്ടു അഹമ്മദാബാദിലും. ഞാൻ പറയുകയല്ല, ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, പല സ്ഥലങ്ങളിലും കോൺഗ്രസിനകത്ത് BJPയുടെ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, രാഹുൽ ഗാന്ധിയാണ്. ആ സ്ലീപ്പിംഗ് സെൽസിൻ്റെ സ്വാധീനം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, കോൺഗ്രസ് അതിൻ്റെ ഗാന്ധി നെഹ്റു പാരമ്പര്യങ്ങളെപ്പറ്റിയോ ഗാന്ധി നെഹ്റു രാഷ്ട്രീയത്തെപ്പറ്റിയോ ഫലപ്രദമായി പറയാൻ പരാജയപ്പെട്ടുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ പരാജയം അഹമ്മദാബാദിലും ഉണ്ടായി. അതുകൊണ്ട് ആ കോൺഗ്രസ് ഇന്നത്തെ രാഷ്ട്രീയ വെല്ലുവിളിക്ക് മുമ്പിൽ ഒരു സെക്യുലർ പാർട്ടിയുടെ, ഗാന്ധി നെഹ്റു മൂല്യബോധമുള്ള പാർട്ടിയുടെ ആ മൂല്യബോധങ്ങളെ സംരക്ഷിക്കാനോ ഉയർത്തിപ്പിടിക്കാനോ പര്യാപ്തമായി രംഗത്തിറങ്ങുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ആ സ്ഥിതിയെപ്പറ്റി കോൺഗ്രസിൽ തന്നെയുള്ള ഗാന്ധി നെഹ്റു വഴികളെ പിൻപറ്റുന്നവർ ശ്രദ്ധിക്കുമെന്ന്, ചിന്തിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. ഈ ചുറ്റുപാടിലാണ് LDF പ്രാധാന്യം പാർട്ടി ഊന്നി പറയുന്നത്.